ആര്യവും ദയും അസ്ഥിത്തറയിൽ വിളക്ക് വെച്ചിട്ട് വരുമ്പോൾ അപ്പവും കൂട്ടുകാരനും ദയുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നു. അവരെ കണ്ടതും ആദി അവരെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. ആര്യവും ദയും അവൻ ചിരിക്കുന്ന കണ്ട് അവരും അവനെ നോക്കി പുഞ്ചിരിച്ചു. ദയുടെ കണ്ണുകൾ അപ്പുവിൽ തന്നെയായിരുന്നു. അവന്റെ മുഖം കണ്ടപ്പോൾ ദയക്ക് അവനെന്തോ വിഷമമുള്ളതായി അവൾക്ക് തോന്നി. അപ്പു അപ്പോഴാണ് തന്നെ നോക്കുന്ന ദയെ കാണുന്നത്. അവൻ അവളെ നോക്കി ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു. ആ ചിരിയിൽ അവൾക്ക് അത്രയ്ക്ക് വോൾട്ടേജ് പോരെന്ന് ദയക്ക് തോന്നി. ദയ അപ്പുവിനെ തന്നെ നോക്കി നിൽക്കുന്ന കണ്ട് ആരും ഒന്ന് ഊറിച്ചിരിച്ചു. അതെ, വീട്ടിലേക്കൊന്നും വരുന്നില്ലേ ആരും? അവരുടെ ആ നിൽപ്പ് തുടരുന്നത് കണ്ടുകൊണ്ട് ആര് ചോദിച്ചു. ആരും അങ്ങനെ ചോദിച്ചതും അപ്പവും ദയും നോട്ടം മാറ്റി അവളെ നോക്കി. അപ്പോഴാണ് അപ്പവും ദയും ആദ്യം തങ്ങളെ നോക്കി നിൽക്കുന്നത് കാണുന്നത്. രണ്ടുപേരും ഒന്ന് ചമ്മി. ആദ്യം അവരെ നോക്കി ചെറു ചിരിയോടെ നിൽക്കുന്നു. ആ, ഇനി രണ്ടു നിന്ന് ചമ്മണ്ട, വാ, അമ്മയും അച്ഛനും ഒക്കെ നോക്കിയിരിക്കുമായിരിക്കും. ആര് രണ്ടുപേരെയും നോക്കി പറഞ്ഞിട്ട് മുന്നേ നടന്നു. ആര് പോകുന്നത് കണ്ടോണ്ട് ദയ അപ്പുവിനെയും ആദ്യം ഒന്ന് നോക്കിയിട്ട് അവളുടെ പിറകെ നടന്നു. അപ്പോഴും അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. ദയ നടന്നതും അപ്പു ആദ്യം നോക്കി. ഒന്ന് ചമ്മിയെ ചിരിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് അവനും നടന്നു. അവന്റെ പിറകെ ഒന്ന് തലകുലുക്കി ചിരിച്ചുകൊണ്ട് ആദ്യം നടന്നു. ദേ വരുന്നുണ്ട് കൃഷ്ണേട്ട പിള്ളേര്. മുറ്റത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ലക്ഷ്മിയമ്മ കൃഷ്ണൻ നായരോട് പറഞ്ഞു. അത് കേട്ടതും കൃഷ്ണൻ നായരും വാസുദേവനും ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് വന്ന് മുറ്റത്തേക്ക് നോക്കി. അപ്പോ കണ്ടു 4 പേരും പതിയെ നടന്നു വരുന്നത്. അപ്പോഴാണ് അയാൾക്കൊരു ആശ്വാസമായത്. അയാൾ നെഞ്ചൊന്ന് തടവിക്കൊണ്ട് നേരത്തെ ഇരുന്നിടത്തേക്ക് തന്നെ ഇരുന്നു. കൃഷ്ണൻ നായരുടെ മനസ്സെന്തോ അസ്വസ്ഥമായിരുന്നു. എന്തോ അരുതാത്തത് സംഭവിക്കാൻ പോകുന്നത് പോലെ മനസ്സിലിരുന്ന് ആരും പറയും പോലെ. അപ്പുവിനെ കാണാൻ വന്നത് ആരാണെന്ന് അയാൾക്ക് ഒരു പിടിയുമില്ലായിരുന്നു. എന്തിനായിരിക്കും ഇത്രയും നേരം അവർ ഒറ്റയ്ക്ക് സംസാരിക്കുന്നത്? കണ്ണം വന്നപ്പോ തുടങ്ങിയ പ്രശ്നങ്ങളാണ്. എന്റെ മഹാദേവ, എന്റെ കുട്ടികൾക്ക് ഒരാപത്തും വരുത്തരുതേ. അയാൾ മനസ്സൊരുക്കി ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചു. അപ്പോഴേക്കും അപ്പു ദയ ആരും ആദ്യം ഒക്കെ സിറ്റ് ഔട്ടിലേക്ക് കയറിയിരുന്നു. ആ അച്ഛ, ഇത് ആദി, ലയുടെ ഫ്രണ്ടിലെ ആമി, ആ കുട്ടിയുടെ ബ്രദറാണ്. അപ്പൊ കൃഷ്ണൻ നായരോട് പറഞ്ഞുകൊണ്ട് തന്നെ എല്ലാവരെയും നോക്കി. ഓ, ഇതങ്ങ് നേരത്തെ പറഞ്ഞാ പോരായിരുന്നോ? ആരും അപ്പു പറയുന്നത് കേട്ടോണ്ട് ദയയുടെ ചെവി പറഞ്ഞു. അതിന് ദയ കളിപ്പിച്ചൊന്ന് നോക്കി അവളെ. ദയ നോക്കുന്നത് കണ്ടപ്പോ വളിച്ചൊരു ചിരിയങ്ങ് ആര് കൊടുത്തു. ദയയുടെ ആരുവിന്റെ കണ്ണുകൊണ്ടുള്ള സംസാരം നടക്കുന്നതിനിടെ ആദ്യം അപ്പുവിന്റെ അച്ഛനും അമ്മയും മാമയും ഒക്കെ പരിചയപ്പെട്ടിരുന്നു. ആ, എന്നാ വാ, മഹിയെ കാണാം. കൃഷ്ണൻ നായർ പരിചയപ്പെട്ട് തീർന്നപ്പോൾ ആദിയോട് പറഞ്ഞു. ആ, വാ ആദി. അപ്പു ആദിയെ നോക്കി പറഞ്ഞിട്ട് അകത്തേക്ക് കയറി. കൂടെ ആദിയും അച്ഛനും മാമയും കയറി. അവരങ്ങ് കയറിയതും ലക്ഷ്മിയമ്മ ആരുവിനെ ഒന്ന് നോക്കി. അവൾ എന്താ എന്ന പോലെ പുരികം പൊക്കിയും താഴ്ത്തിയും ചോദിച്ചു. ആ വന്ന കൊച്ചിന് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാൻ നോക്ക്, അല്ലാതെ ഇവിടെ ഒന്ന് വാചകം അടിക്കാതെ. ലക്ഷ്മിയമ്മ കാലിപ്പോടെ ആരുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. എനിക്കൊന്നും വയ്യ, അമ്മ എന്നെ എടുത്താ മതി. ആ, അവരെന്താ സംസാരിക്കുന്നത്, ഞാൻ ഒന്ന് പോയി നോക്കട്ടെ. അതും പറഞ്ഞോണ്ട് ആര് തിടുക്കത്തിൽ ലക്ഷ്മിയമ്മയെ തള്ളി മാറ്റിയിട്ട് അകത്തേക്ക് കയറിപ്പോയി. ഇതിനെ എങ്ങനെയാ എന്റെ മഹാദേവ ഞാൻ കെട്ടിച്ചു വിടുന്നത്? ലക്ഷ്മിയമ്മ മുകളിലേക്ക് നോക്കിക്കൊണ്ട് പരാതിപ്പെട്ടു. ഞാൻ എടുക്കാം അപ്പച്ചി, അവർക്ക് കുടിക്കാൻ. ദേ ലക്ഷ്മിയമ്മയുടെ വർത്തമാനം കേട്ട് ചെറു ചിരിയോടെ പറഞ്ഞു. വേണ്ട മോളെ, തുമ്മിമോള് കുറച്ചു മുന്നേ മോളെ തിരക്കിയിരുന്നു. അച്ചുമോൾക്ക് വയ്യാത്തതല്ലേ, അതിനെ ആ പെണ്ണ് ശല്യം ചെയ്യുന്നുണ്ടാവും. മോള് പോയി തുമ്പിമോളെ എടുത്തോണ്ട് വന്ന ആഹാരം കൊടുക്കാൻ നോക്ക്, ഞാൻ എടുക്കാൻ കുടിക്കാനുള്ളത്. അതും പറഞ്ഞിട്ട് ലക്ഷ്മിയമ്മ അടുക്കളയിലേക്ക് നടന്നു. ലക്ഷ്മിയമ്മ പോയതും ദയയുടെ മനസ്സിലേക്ക് അപ്പു പരിചയപ്പെടുത്തിയ ആളുടെ മുഖം ഓർമ്മ വന്നു. ആമി ചേച്ചിയുടെ ബ്രദർ. ആൾ എന്തിനായിരിക്കും വന്നിട്ടുണ്ടാവുക? ആമി ചേച്ചിയെ അവസാനമായിട്ട് കാണുന്നത് ചേച്ചിയുടെ വിവാഹത്തിനാണ്. ചേച്ചി മരിച്ചപ്പോ വന്നെന്ന് അപ്പച്ചി പറഞ്ഞറിഞ്ഞായിരുന്നു. പിന്നെ ആമി ചേച്ചിയുടെ വിവരം ഒന്നുമില്ലായിരുന്നു. ഇപ്പൊ എന്തായിരിക്കും ആ ചേട്ടൻ വന്നിട്ടുണ്ടാവുക? ദയ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. അടുക്കളയിൽ നിന്ന് പാത്രത്തിന്റെ ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ട്. ദയ പതിയെ മുകളിലേക്ക് നടന്നു. ആരുവിന്റെ റൂമിന്റെ മുന്നിൽ എത്തിയപ്പോൾ അവളൊന്ന് നിന്നു. അവിടെ വന്ന ആള് മഹേട്ടനെ പരിചയപ്പെടുന്നതിന്റെ തിരക്കിലാണ്. ആരു ആമി ചേച്ചിയുടെ ചേട്ടനെ വായ നോക്കി ഇരിക്കുന്നുണ്ട്. അവളെ തന്നെ നോക്കി കാലിപ്പിച്ച് മഹേട്ടനും ഇരിക്കുന്നുണ്ട്. ഈ പെണ്ണ് മഹേട്ടനെ വട്ടുപിടിപ്പിക്കാൻ വേണ്ടിയാണ് ഓരോന്ന് കാണിച്ചു കൂട്ടുന്നത്. പറഞ്ഞാൽ ഒരു അനുസരണയില്ല. ആരുവിനെ ഓർത്ത് ദയക്ക് ചിരി വന്നു. ആ ചിരിയോടെ തന്നെ ദയ അവിടെ ചുറ്റും ഒന്ന് കണ്ണോടിച്ചു. അച്ഛന്റെയും കൃഷ്ണമാമയുടെയും നടുക്കിരിക്കുന്ന അപ്പൂലെത്തി ദയയുടെ കണ്ണുകൾ. ആ മുഖം കണ്ടപ്പോ പഴയതിലും മനോഹരമായ പുഞ്ചിരി വിരിഞ്ഞു അവളുടെ ചുണ്ടുകളിൽ. കുറച്ചു നേരം അവള് കണ്ണെടുക്കാതെ അവനെ നോക്കി നിന്നു. അടുക്കളയിൽ നിന്ന് ലക്ഷ്മിയമ്മ വരുന്നത് കണ്ടത് ദയ വേഗം മുകളിലേക്ക് കയറി. ദയ മുകളിലേക്ക് പോയതും അത്രയും നേരം മഹിയെ നോക്കിയിരുന്ന അപ്പു ദയ നിന്നിടത്തേക്ക് നോക്കി ചിരിച്ചു. ഇപ്പൊ പെണ്ണ് പരിസരം മറന്നു നിന്ന തന്നെ ഓരോരുത്തർ നിന്ന് നോക്കുന്നത്. അവളുടെ വിചാരം ഞാൻ അതൊന്നും കാണുന്നില്ലെന്നാ. അപ്പു ചെറു ചിരിയോടെ ദയ നിന്നിടത്തേക്ക് നോക്കി. ലക്ഷ്മിയമ്മ കുടിക്കാനുള്ളതും കൊണ്ടുവന്ന് അപ്പുവിന്റെ നേരെ നീട്ടിയപ്പോഴാണ് വാതിക്ക നിന്ന് അപ്പു നോട്ടം മാറ്റിയത്. മഹിയുടെ കണ്ണുകൾ ആരുവിൽ തന്നെയായിരുന്നു. തന്നെ ഒന്ന് നോക്കുപോലും ചെയ്യാതെ ആ വന്നവനുമായിട്ട് എന്തൊക്കെയോ പറയുകയാണ്. എല്ലാവരും ഇരിക്കുന്നത് കൊണ്ട് മഹിക്കൊന്നും പറയാനും വയ്യ. മഹിയുടെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ചുവന്നു കയറി.
ആരും ഇതൊക്കെ കാണുന്നുണ്ടെങ്കിലും കാണാത്തതുപോലെ ചുണ്ടിൽ ഒളിപ്പിച്ച ചിരിയോടെ ഇടയ്ക്കിടെ ഇടം കണ്ടിട്ട് നോക്കിക്കൊണ്ടിരുന്നു അവനെ. ഇതൊന്നും അറിയാതെ മഹി ദേഷ്യം നിയന്ത്രിച്ചുകൊണ്ട് കണ്ണുകളടച്ച് ഹെഡ് ബോർഡിലേക്ക് തലചായ്ച്ചു കിടന്നു. നിങ്ങൾക്ക് വേദനിച്ചോ മനുഷ്യ? ഞാൻ ഏതോ ഒരുത്തന്റെ കൂടെ മിണ്ടുന്നത് കണ്ടപ്പോ ഇപ്പൊ നിങ്ങൾക്ക് വേദനിക്കുന്നില്ലേ? അതിനേക്കാൾ ഇരട്ടി ഒരുപാട് വേദനിച്ച ഞാൻ നിങ്ങൾ ആരെയോ സ്നേഹിക്കുന്നെന്ന് കേട്ടപ്പോൾ. അത്രയൊന്നും ഇപ്പൊ നിങ്ങൾക്ക് വേദനിക്കുന്നില്ലല്ലോ. നിങ്ങൾ അറിയണം ഞാൻ എന്തുമാത്രം നിങ്ങളെ സ്നേഹിച്ചു എന്ന്. മഹി തന്നെ വേദനിപ്പിച്ച ഓരോ കാര്യവും ഓർത്തെടുത്ത് ആരുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. അവൾ അത് എല്ലാവരിൽ നിന്നും ഒളിപ്പിക്കാനായി വേഗം മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി. അപ്പോ അവിടെയുള്ളവരുടെ ചർച്ച കണ്ണനെ കുറിച്ചായിരുന്നു, അവന്റെ ചികിത്സയെ കുറിച്ചായിരുന്നു. ദയ മുകളിലെ കണ്ണന്റെ റൂമിലേക്ക് നടക്കുമ്പോഴും ദയയുടെ ചിന്ത അപ്പു തന്നെയായിരുന്നു. അപ്പോട്ടനെ കാണുമ്പോൾ എന്താണെന്ന് അറിയില്ല. എന്റെ മനസ്സിനെ എനിക്ക് തന്നെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അപ്പോട്ടൻ കണ്ടിരുന്നെങ്കിലോ? അയ്യോ, അപ്പച്ചി കണ്ടിരുന്നെങ്കിലോ? എന്റെ മാധവ, എന്റെ മാനം കപ്പലേറിയനെ. ദയ ചിന്തകളിൽ നിന്ന് ഉണർന്നത് തുമ്പിമോളുടെ ചിരി കേട്ടാണ്. പൊടുന്നനെ ദയ തുമ്പിമോളുടെ അടുത്തേക്ക് നടന്ന് അപ്പോൾ കണ്ടു അച്ചുവിന്റെ ഫോണിൽ കാർട്ടൂൺ കാണുന്ന തുമ്പിമോളെ. അച്ചു ഹെഡ് ബോർഡിൽ തലവെച്ച് തുമ്പിമോളുടെ മുഖത്തേക്ക് നോക്കിയിരിക്കുവാണ്. ആ, ആന്റി മോള് ഇവിടെ ഇരിക്കുവാണോ? ദയയുടെ ഒച്ച കേട്ടത് തുമ്പിമോളും അച്ചു ഡോറിന്റെ അടുത്തേക്ക് നോക്കി. അപ്പൊ തങ്ങളെ നോക്കി ചിരിയോടെ നിൽക്കുകയാണ് ദയ. അമ്മേ! ദയ കണ്ടതും തുമ്പിമോള് കാട്ടിൽ നിന്ന് നൂന്നിറങ്ങി ദയയുടെ അടുത്തേക്ക് ഓടി. പതിയെ ഓടുമോളെ. തുമ്പിമോളുടെ ഓട്ടം കണ്ടോട് ദയ വിളിച്ചു പറഞ്ഞു. ദയ പറയുന്നതൊന്നും കാര്യമാക്കാതെ തുമ്പിമോള് ദയയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. ദയ തുമ്പിമോളെ വാരിയെടുത്ത് ആ ഉണ്ടക്കവളി ഉമ്മ വെച്ചു. അവരുടെ സ്നേഹപ്രകടനം ചെറു ചിരിയോടെ അച്ചു നോക്കിയിരുന്നു. നീ എന്താ അച്ചു വല്ലാതെ ഇരിക്കുന്നേ? എന്ത് സങ്കടമാണേലും നമുക്ക് ആരോടെങ്കിലും പറഞ്ഞ നമ്മുടെ മനസ്സിന് സമാധാനം കിട്ടും. അച്ചുവിന്റെ ഇരുത്ത കണ്ട് ദയ അച്ചുവിന്റെ അടുത്ത് വന്നിരുന്നു ചോദിച്ചു. അതിന് മറുപടിയെ അച്ചു കണ്ണുകൾ നിറച്ച് ദയെ നോക്കി. എന്താടാ, എന്തിനാ ഈ കണ്ണിങ്ങനെ നിറയ്ക്കുന്നേ? ദയ അച്ചുവിന്റെ അടുത്തേക്ക് ഇരുന്നിട്ട് അവളെ ചേർത്ത് പിടിച്ചോണ്ട് ചോദിച്ചു. ഞാൻ പറയാടാ, ഇപ്പൊ എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഞാൻ ഒന്ന് ഓക്കെ ആയിട്ട് പറയാം. അച്ചു ദയയുടെ മടിയിലേക്ക് കിടന്നോണ്ട് പറഞ്ഞു. ഭയങ്കര തലവേദനയടി, തലയൊന്ന് മസാജ് ചെയ്ത് തരുവോ? അച്ചു ദയയുടെ മടിയിലേക്ക് കിടന്നോണ്ട് ചോദിച്ചു. അതിനെന്താ, ഞാൻ മസാജ് ചെയ്ത് തരാലോ. ദയ അച്ചുവിന്റെ തലയെ മസാജ് ചെയ്യാൻ തുടങ്ങി. ദയയുടെ കണ്ണ് അച്ചുവിന്റെ മുഖത്ത് തന്നെയായിരുന്നു. ഇപ്പോഴും ആ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട്. എന്തായിരിക്കും അച്ചുവിനെ പറ്റിയിട്ടുണ്ടാവുക? ഡിഗ്രി ഫസ്റ്റ് ഇയർ മുതലുള്ള കൂട്ട. എല്ലാവരോടും ഒരുപോലെ സംസാരിക്കുന്ന പ്രകൃതമാണ്. ആരെയും വെറുപ്പിക്കില്ല. എല്ലാവരോടും അടുത്തിടപഴകും. എന്നും ചിരിച്ച മുഖത്തോടെ അല്ലാതെ ഞാൻ അവളെ കണ്ടിട്ടില്ല. ഈ 2 ആഴ്ച കൊണ്ട് എന്തായിരിക്കും അവൾക്ക് സംഭവിച്ചിട്ടുണ്ടാകുക? ദയയുടെ മനസ്സ് പല വഴിക്ക് സഞ്ചരിക്കുന്നുണ്ടെങ്കിലും അച്ചുവിന്റെ തലയിൽ തലോടുന്നുമുണ്ട്. അമ്മേ! തുമ്പിമോള് വിളിച്ചപ്പോൾ ദയ പൊടുന്നനെ അവളെ നോക്കി. എന്താടാ? ദയ കൊഞ്ചിച്ചോണ്ട് ചോദിച്ചു. എനിക്ക് അച്ഛയെ കാണണം. ദയയുടെ തോളിലൂടെ കൈയിട്ട് പിടിച്ചോണ്ട് കൊഞ്ചിക്കൊണ്ട് തുമ്പിമോള് ചോദിച്ചു. ആ, നമുക്ക് പോവാലോ അച്ഛയെ കാണാൻ. അത് പറയുന്നതിനിടയ്ക്ക് ദയ മടിയിൽ കിടക്കുന്ന അച്ചുവിനെ ഒന്ന് നോക്കി. ആള് നല്ല ഉറക്കം പിടിച്ചിട്ടുണ്ട്. ദയ അച്ചുവിന്റെ കവളിലൊന്ന് തലോടിയിട്ട് പതിയെ അവളെ താഴേക്ക് കിടത്തി. പിന്നെ തുമ്പിമോളെ എടുത്തിട്ട് റൂമിലെ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് റൂമിന്റെ വെളിയിലേക്ക് ഇറങ്ങി. താഴേക്ക് ഇറങ്ങി വന്നപ്പോ വെറുതെ മഹിയേട്ടൻ കിടക്കുന്ന മുറിയിലേക്കൊന്ന് നോക്കി. ആള് കിടന്നോണ്ട് എന്തൊക്കെയോ ആലോചിക്കുവാണ്. ബാക്കി ആരെയും കാണാനില്ല. നിന്റെ അച്ഛനും ബാക്കിയുള്ളവരും എവിടെ തുമ്പിപ്പെണ്ണേ? ദയ തുമ്പിപ്പെണ്ണിന്റെ കവളി പിടിച്ചു വലിച്ചോണ്ട് ചോദിച്ചു. ആ, എനിച്ചറിഞ്ഞൂടാ. അയ്യോ, അമ്മയുടെ പൊന്നിനെ അറിഞ്ഞൂടെ? വായോ, നമുക്ക് നമ്മുടെ അച്ഛയെ നോക്കാം. അതും പറഞ്ഞ് ദയ തുമ്പിമോളം കൊണ്ട് സിറ്റൗട്ടിലേക്ക് നടന്നു. അവിടെ ചെന്നപ്പോ എല്ലാവരും സിറ്റൗട്ടിൽ തന്നെയുണ്ട്. അവരെ കൂടാതെ കാർത്തിയേട്ടനും ശ്യാം ചേട്ടനുമുണ്ട്. നേരത്തെ വന്ന ആമി ചേച്ചിയുടെ ബ്രദർ പോയി എന്ന് തോന്നുന്നു. ആളെ പറ്റിയാണ് അവരുടെ എല്ലാവരുടെയും സംസാരം. എന്നെ കണ്ടതും കാർത്തിയേട്ടനും ശ്യാം ചേട്ടനും എന്നെ നോക്കി ചിരിച്ചു. അവര് നോക്കി ചിരിക്കുന്നത് കണ്ടപ്പോഴാണെന്ന് തോന്നും അപ്പോട്ടനും എന്നെ കാണുന്നത്. ആളും എന്നെ നോക്കി ചിരിക്കുന്നുണ്ട്. അവരെ നോക്കി ഞാനും ഒന്ന് ചിരിച്ചു. അച്ഛയെ കണ്ടപ്പോൾ തുമ്പിപ്പെണ്ണ് അപ്പോട്ടന്റെ അടുത്തേക്ക് അച്ഛയെ എന്ന് വിളിച്ചോണ്ട് ഓടിയിരുന്നു. അപ്പോട്ടന്റെ വയ്യാത്ത കൈ തട്ടാതെ പതിയെ അപ്പോട്ടന്റെ മടിയിൽ കയറിയിരുന്നു തുമ്പിമോള്. ഒരു കൈയാലെ തുമ്പിപ്പെണ്ണിനെ ചേർത്ത് പിടിച്ചോണ്ട് ആ തുടുത്ത കവളി ഒന്ന് മുത്തി അപ്പു അന്നേരത്തേക്ക്. ആരുവിനെ നോക്കിയപ്പോ അവൾ അമ്മായിയമ്മയെ സോപ്പിടുന്ന തിരക്കില്. ഞാൻ വന്നതൊന്നും അവളെ കണ്ടിട്ടില്ല. ആ, എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങുക. രാത്രി യാത്രയില്ലെന്നേ. അതും പറഞ്ഞോണ്ട് കാർത്തേട്ട എഴുന്നേറ്റ് തൊട്ടു പിറകെ ശ്യാം ചേട്ടനും. അവരുടെ സംസാരമാണ് ആര് ചുറ്റുമൊന്ന് നോക്കിയത്. അവള് നോക്കാൻ നേരം എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. അവളും പതിയെ എഴുന്നേറ്റു. എന്നാ ഇറങ്ങുവാടാ. കാർത്തി അപ്പുവിനെ നോക്കി പറഞ്ഞിട്ട് മുറ്റത്തേക്ക് ഇറങ്ങി. പുറകെ ശ്യാമും എല്ലാവരെയും നോക്കി യാത്ര പറഞ്ഞിട്ട് മുറ്റത്തേക്ക് ഇറങ്ങി. അപ്പു പതിയെ തുമ്പിമോളെ താഴെ നിർത്തിയിട്ട് അവരുടെ കൂടെ പുറത്തേക്ക് ഇറങ്ങി. അവര് 3 പേരും കൂടെ കാർത്തിയുടെ കാറിന്റെ മുന്നിൽ നിന്ന് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. പിള്ളേരെ വാ, കഴിക്കാൻ എടുത്തു വെക്കാം. ലക്ഷ്മിയമ്മ വന്ന് പറഞ്ഞപ്പോ ദയ മുറ്റത്തേക്കൊന്ന് നോക്കിയിട്ട് ലക്ഷ്മിയമ്മയുടെയും ഉഷാമ്മയുടെയും കൂടെ അകത്തേക്ക് കയറി. എന്തോ പ്രശ്നമുണ്ടെന്ന് ദയക്കും തോന്നിയിരുന്നു. എന്തായാലും രാത്രി കിടക്കാൻ വരുമ്പോ ചോദിക്കണം എന്ന് ദയ മനസ്സിൽ കരുതിയിരുന്നു. ആര് പിന്നെ മുറ്റത്ത് എന്താ അവര് പറയുന്നതെന്ന് കേൾക്കാൻ അവിടെ തന്നെ നിന്നു. അവിടെ നിന്നിട്ട് ഒരു പ്രയോജനം ഇല്ലായിരുന്നു. ഒന്നും കേൾക്കാൻ പറ്റുന്നില്ലായിരുന്നു ആരുവിന്.
ഇവരെന്തിനാ ഇങ്ങനെ രഹസ്യം പറയുന്നത്? ഇങ്ങ് വരട്ടെ, ചോദിക്കാം എന്താ അവിടെ പറഞ്ഞെന്ന്. ആരു അപ്പു വരുന്നതും കാത്ത് മുറ്റത്ത് നോക്കി അവിടെ തന്നെ നിന്നു. കാർത്തിയുടെയും ശ്യാമിന്റെയും കാറ് പോയതും അപ്പു അകത്തേക്ക് കയറി വന്നു. എല്ലാവരും അകത്തേക്ക് പോയിട്ടും സിറ്റൗട്ടിൽ തന്നെ നിൽക്കുന്ന ആരുവിനെ കണ്ടപ്പോ അപ്പു എന്താ എന്ന് ചോദിച്ചു. അല്ല അപ്പുട്ടാ, നിങ്ങൾക്ക് എന്താ ഇത്രയും രഹസ്യം പറയാനുള്ളത്? നേരത്തെ വന്ന ആ ചേട്ടനുമായിട്ട് കൈലാസത്തിൽ പോയി കുറെ നേരം സംസാരിച്ചു. പിന്നെ അവിടെ നിന്ന് ഇവിടെ വന്നിട്ട് മഹേട്ടന്റെ മുറി കയറിയപ്പോൾ നിങ്ങൾ 3 പേരും കൂടി സംസാരിച്ചു. ആ വന്ന ചേട്ടൻ പോയിട്ട് അടുത്ത 2 ചേട്ടന്മാര് വന്നപ്പോഴേക്കും ഈ രഹസ്യം പറയക്കം തന്നെയാണല്ലോ. അല്ല, എന്താ വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ എന്നോട് കൂടി പറ, ഞാൻ പരിഹാരം പറഞ്ഞുതരാം. ആരും അപ്പുവിനെ ഉറ്റു നോക്കിക്കൊണ്ട് ചോദിച്ചു. എന്ത് പ്രശ്നം? അതൊക്കെ നിനക്ക് തോന്നിയതാ, അങ്ങോട്ടൊന്ന് മാറി. കുറെ നേരം നിന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു. തലയും കാലും ഒക്കെ ഭയങ്കര വേദന. ഞാൻ പോയി എന്തെങ്കിലും കഴിച്ചിട്ട് കിടക്കട്ടെ. അത്രയും പറഞ്ഞിട്ട് ആരുവിനെ ഒന്ന് നോക്കിയിട്ട് അപ്പു അകത്തേക്ക് കയറിപ്പോയി. മോനെ അപ്പുവേട്ടാ, എന്തോ പ്രശ്നമുണ്ടെന്ന് നിങ്ങളുടെയൊക്കെ ഈ മാറി നിന്നുള്ള സംസാരം കണ്ടാൽ തന്നെ അറിയാം. നിങ്ങൾ ആരും പറയണ്ട, ഞാൻ കണ്ടുപിടിച്ചോളാം. ആരും എന്തൊക്കെയോ മനസ്സ് ഉറപ്പിച്ചുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. ആരും അകത്തേക്ക് ചെല്ലുമ്പോ അച്ഛനും മാമയും അപ്പോട്ടനെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. അവർക്ക് വിളമ്പിക്കൊടുത്തുകൊണ്ട് ലക്ഷ്മിയമ്മയും ഉണ്ട് അടുത്ത്. അല്ല, ദേ എവിടെ? ഇവിടെ അങ്ങ് കാണുന്നില്ലല്ലോ. കുറച്ച് നാളുകൊണ്ട് പെണ്ണ് ആളാകെ മാറി. മുമ്പായിരുന്നെങ്കിൽ അപ്പോട്ടന്റെ വെട്ടം കണ്ട ഒളിച്ചു നിൽക്കുന്ന പെണ്ണ. ഇപ്പൊ അപ്പോട്ട എവിടെയുണ്ടോ അവിടെ കാണും പെണ്ണ്. ഇപ്പൊ എവിടെ പോയതായിരിക്കും പെണ്ണ്? ആരും അവിടെ മൊത്തത്തിലൊന്ന് തിരഞ്ഞു. ദേ അടുക്കളയിൽ കാണുമായിരിക്കും. ഞാൻ എന്റെ പ്രാണനാഥനെ ഒന്ന് നോക്കട്ടെ. നേരത്തെ വന്ന ചേട്ടന്റെ കൂടെ സംസാരിച്ചൊന്നും ആൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചിട്ടില്ല. എന്ത് ചെയ്യാനാ, എന്നെ വേദനിപ്പിച്ചതിന് തിരിച്ച് എന്തെങ്കിലുമൊക്കെ ഞാനും കൊടുക്കണ്ടേ. ആരും ഡൈനിങ് റൂമിൽ നിന്ന് അവരെയൊക്കെ ഒന്ന് നോക്കി. അച്ഛനും മാമയും അപ്പോട്ടനും ഒക്കെ വന്ന ആ ചുന്ദരനെ കുറിച്ച് പറയുകയാണ്. എന്നാ പ്രാണനാഥനെ കണ്ടിട്ട് കഴിക്കാം. ആരും പതിയെ മഹി കിടക്കുന്ന റൂമിലേക്ക് നടന്നു. ഇവിടെ അമ്മയും മോനും ഉണ്ടല്ലോ. തകർത്ത് എന്തൊക്കെയോ അമ്മയുടെ മോ അടക്കം പറയുന്നല്ലോ. എന്തായിരിക്കും? ആരും മഹി കിടക്കുന്ന റൂമില് വാതൊക്കെ ഒളിച്ചു നിന്നോണ്ട് അവര് പറയുന്നത് ശ്രദ്ധിച്ചു. പുല്ല്, പറയുന്ന ഒന്നും കേൾക്കാൻ വയ്യല്ലോ. ഇവർക്ക് ഇച്ചിരി കൂടെ ഉറക്കെ പറഞ്ഞൂടെ? അല്ലേ, എന്നെ ചീത്ത വിളിക്കാൻ അങ്ങേർക്ക് എന്തൊരു ഒച്ചയാ. ആര് പരിഭവത്തോടെ പറഞ്ഞു. ഇച്ചിരി കൂടി നീങ്ങിയെന്ന പറയുന്നത് നല്ലപോലെ കേൾക്കാം. ആരും കഥകിന്റെ അടുത്തേക്ക് ഒന്നുകൂടെ നീങ്ങിയത് ദാ കിടക്കുന്നു ഭൂമിദേവിയുടെ മടിയിലേക്ക്. എന്തോ സൗണ്ട് കേട്ട് മയോ ഉഷാമയും തിരിഞ്ഞു നോക്കിയപ്പോ കാണുന്നത് തറയിൽ കിടക്കുന്ന ആരുവിനെയാണ്. അവര് നോക്കുന്നത് കണ്ടത് ആ 2 പേരെയും നോക്കി നല്ലതുപോലെ ഒന്ന് ചിരിച്ചു കാണിച്ചു. ആരുവിന്റെ ചിരി കണ്ടത് പെട്ടെന്ന് ഇരുന്നെടുത്തെന്ന് ഉഷയമ്മ ചാടി എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് ചെന്ന് പിടിച്ചണിപ്പിച്ചു. അയ്യോ, എങ്ങനെയാ മോളെ വീണേ? ഉഷയമ്മ ആരുവിന്റെ ദേഹത്ത് വല്ലതും പറ്റുമെന്ന് നോക്കിക്കൊണ്ട് ആരുവിനോട് ചോദിച്ചു. അതിനും ആരും ഒന്ന് ചിരിച്ചു കാണിച്ചു. ഓ പുല്ല്, ആകെ നാണം കെട്ടു. ഇങ്ങോട്ട് വരണ്ടായിരുന്നു. ആ ഇരിക്കുന്ന സാധനത്തിന്റെ അടുത്ത് കുറച്ച് വെയിറ്റ് ഇട്ട് നിന്നതായിരുന്നു. ഇപ്പൊ എല്ലാം പോയി. ആരും നിരാശയോടെ മനസ്സിൽ പറഞ്ഞു. മോളെ, എവിടെയെങ്കിലും വേദനയുണ്ടോ? ഉഷാമ്മ ആവലാതിയോട് ചോദിച്ചു. മഹി ഇതെല്ലാം നോക്കിക്കൊണ്ട് കട്ടിലേക്ക് കിടക്കുന്നുണ്ട്. ഇവിടെ എന്താ പറയുന്നതെന്ന് അറിയാം പാത്ത് നിന്നതാ കള്ളി. എന്നെ കാണുമ്പോ മാത്രം നിനക്ക് പുച്ഛമല്ലേ? കാണിച്ചു തരാടി ഭൂലം ദേവി. നീ ആ വന്ന ആദ്യത്തേനുമായിട്ട് എന്നെ കാണിച്ചതൊക്കെ എന്റെ മനസ്സിലിരിപ്പുണ്ട്. നിന്നെ എന്റെ കൈ കിട്ടട്ടെ. നിന്റെ വായനോട്ടം ഞാൻ നിർത്തി തരാം. എന്റെ ഭാഗത്ത് തെറ്റുള്ളത് കൊണ്ട് ഞാൻ ക്ഷമിക്കുന്നു. അതെപ്പോഴും കാണുമെന്ന് നീ പ്രതീക്ഷിക്കേണ്ട. മഹി ആരുവിനെ തന്നെ നോക്കിക്കൊണ്ട് മനസ്സിൽ പറഞ്ഞു. ആരു നോക്കാൻ നേരം തന്നെ നോക്കി എന്തോ ചിന്തിക്കുന്ന മഹിയേട്ടൻ. ഓ, കാലം എന്തോ എനിക്കിട്ട് പണിയാനുള്ള ചിന്തിക്കുകയാണെന്ന് തോന്നുന്നു. ഓ മൈ ഗോഡ്, മഹിയേട്ടന്റെ കൈയും കാലും ശരിയായി എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ആര് പതിയെ മഹിയെ ഒന്നുകൂടെ നോക്കി. ഇപ്പോഴും ആള് ആലോചനയിലാണ്. ഇവിടുന്ന് പോകുന്നതാണ് ബുദ്ധി. ആര് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഉഷാമ്മയെ നോക്കി. ഉഷാമ്മ അപ്പോഴും എന്റെ കയ്യിൽ തന്നെ ഊതിക്കൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പോഴാണ് ഞാനും കൈ ശ്രദ്ധിക്കുന്നത്. അവിടെ ചെറുതായിട്ട് ഉരഞ്ഞിട്ടുണ്ട്. അതൊന്നും സാരമില്ല ഉഷാമ്മേ, വാ, ഞാൻ ഉഷാമ്മയെ കഴിക്കാൻ വിളിക്കാൻ വന്നതാ. ആരും ഉഷാമ്മയുടെ കയ്യിൽ നിന്ന് തന്റെ കൈ വലിച്ചോണ്ട് പറഞ്ഞു. വരുവാ മോളെ, ഉഷാമ്മ ആരുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. എന്നാ വാ മോളെ, ഉഷാമ്മ മുറി മരുന്ന് പുരട്ടിത്തരാം. ഓ, ഇത് മരുന്നൊന്നും വെക്കേണ്ടെന്നേ ഉഷാമ്മേ, ഇത് ചെറിയ മുറിവല്ലേ. ആര് മുറിവിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. അതാര് പറഞ്ഞത് ശരിയാമേ. ഇതൊക്കെ എന്ത് കോളേജ്, ഇതിലും വലുതൊക്കെ ഇവൾ ഒപ്പിക്കുന്നതാ. അമ്മ പോയി കഴിക്കാൻ നോക്ക്, മഹി ഉഷാമ്മയോട് പറഞ്ഞു. അതിന് ഉഷാമ്മ മഹിയെ തുറിച്ചൊന്ന് നോക്കി. എന്നെ നോക്കണ്ട, അമ്മ കോളേജിൽ വന്നൊന്ന് അന്വേഷിച്ചാ മതി, അപ്പ അറിയാം. മഹി ആരുവിനെ ഇടം കണ്ടിട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു. ആരുവാണെ മഹിയെ തുറിച്ചു നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. അമ്മയ്ക്ക് അറിയോ, ഇവളാ ദേ അച്ഛനെയും കൂടെ ചീത്തയാക്കുന്നത്. മഹി ആരുവിന്റെ നിൽപ്പ് കണ്ടോണ്ട് ഒന്ന് ഊറിച്ചിരിച്ചോണ്ട് പറഞ്ഞു. അതിന് ഇയാൾക്ക് എന്താ? ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യും. അത് താൻ അന്വേഷിക്കേണ്ട കാര്യമില്ല. ഉഷാമ്മേ, ഞാൻ അങ്ങോട്ട് പോവാ, ഉഷാമ്മ അങ്ങോട്ട് വന്നേരെ. അതും പറഞ്ഞിട്ട് ആരും മഹിയൊന്ന് തുറിച്ചു നോക്കിയിട്ട് ചവിട്ടിത്തുള്ളി പുറത്തേക്ക് പോയി. വെറുതെ അങ്ങോട്ട് ചെന്ന് കേറണ്ടായിരുന്നു. ആര് നടക്കുന്നതിനിടെ പറഞ്ഞു. എന്തിനാണ് അവളെ ചൂട് പിടിപ്പിക്കുന്നത്? പാവം. ആര് പോയതും ഉഷാമ്മ മഹിയെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ചുമ്മാതാമേ, അവളുടെ വായിരിക്കുന്ന കേൾക്കാൻ വേണ്ടി ഞാൻ ഓരോന്ന് പറയുന്നതാ. മഹി ചെറുചിരിയോടെ പറഞ്ഞു. അതിന് ഉഷാമ്മയൊന്ന് മൂളിക്കൊണ്ട് മഹിക്ക് കഴിക്കാൻ കൊടുത്ത പാത്രമായി പുറത്തേക്ക് ഇറങ്ങി.
മഹി അമ്മ പോകുന്നത് നോക്കി ചെറു ചിരിയോടെയിരുന്നു. അപ്പോഴും അവന്റെ മനസ്സിൽ ആരുവിന്റെ മുഖമായിരുന്നു.